എന്ന് പറഞ്ഞ ആളാണ്. ഈ ഷാക്കിർ മദീന്റെ അടുത്ത് ഇപ്പൊ ചില കുട്ടികൾ പോയിട്ട് വന്നിട്ട് ഷാക്കിർ മദീൻ ഇങ്ങനെ പറഞ്ഞല്ലോ. പിന്നെ സാജിദ് കരുവാരൂണ്ടിനെ പറ്റി കണ്ടോ, അവനും പറഞ്ഞു ഈ ഡെമോക്രസിനെ പറ്റിയും ഒക്കെ നമ്മൾ ജമാഅത്തിനെ വിമർശിക്കാൻ വേണ്ടി വല്ലാതെ പറഞ്ഞിട്ടുണ്ട്, അതിലൊക്കെ നമുക്ക് കുറച്ച് തെറ്റുപറ്റിയിട്ടുണ്ട്, കടന്നു പറഞ്ഞിട്ടുണ്ട് നമ്മള് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് പഠിക്കേണ്ട വിഷയമാണ്. എന്താ പഠിക്കേണ്ട വിഷയം? ഉമർ മൗലവി പറഞ്ഞു ക്ലോസ് ചെയ്ത വിഷയമല്ലേ, ഇയാൾ പഠിക്കണം എന്നാണ്. അപ്പൊ ഇയാൾക്ക് ജമാഅത്തിന്റെ വാദമുണ്ട്. എന്നിട്ട് ഫൈസൽ മുസ്ലിയാർ ഒരു യോഗത്ത് പറഞ്ഞു എന്നിട്ട് ഞാൻ മൂപ്പരെ വിളിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഡെമോക്രസി ജനാധിപത്യം ഹറാമാണെന്ന് ഷെരീഫിന്റെ മകൻ പറഞ്ഞപ്പോ അത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. എന്താ പഠിക്കാണ്, ജനാധിപത്യം ഹറാമെന്നാണ് പറഞ്ഞാ പോരേ. ഞാൻ പറഞ്ഞു ഫൈസൽ മുസ്ലിയാർ നിങ്ങൾ ഇതൊന്നും പറഞ്ഞു നടക്കരുത്, ഷെരീഫ് പറഞ്ഞു കേട്ടിട്ട് പറയരുത്. നിങ്ങൾ ജനാധിപത്യം ഹറാമാണ് എന്നുള്ള വാക്കല്ല അവൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഹാക്കിമിയത്ത് വിഷയത്തിൽ ഡെമോക്രസിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്, നമ്മൾ പറഞ്ഞത് പലതും അബദ്ധമുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കേണ്ടതുണ്ട്. ഞാൻ ചോദിച്ചു ഫൈസൽ മുസ്ലിയാർ, ഞാൻ അപ്പൊ നിങ്ങളുടെ ഹാക്കിമിയത്തിനെ പറ്റി ഡീപ്പായൊരു ചോദ്യം ചോദിച്ചോട്ടെ. അല്ല എനിക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ടല്ലേ, നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് പറഞ്ഞാൽ പ്രശ്നം, ഞാൻ പഠിക്കേണ്ടതുണ്ട് പറഞ്ഞാൽ ഞാൻ ജമാഅത്തിലേക്ക് പോയി. എന്നായിക്കോട്ടെ ഞാൻ മാറ്റി പറയാന്ന്. ഇയാൾ ആരപ്പ നയിക്കണത്? നിങ്ങൾ പറ. ഈ മനുഷ്യൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. തിരുവനന്തപുരത്ത് ചെന്നപ്പോ നിങ്ങൾ സർക്കാർ ജോലി രാജിവെച്ചത് സർക്കാർ ജോലി ഹറാമാണെന്ന മൗദൂദിയുടെ വാദമുള്ളത് കൊണ്ടാണ്. എങ്ങനെയുണ്ട്? ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയാണ് രാജിവെച്ചത്. എനിക്ക് എന്റെ തഖ്വക്ക് വേണ്ടി മുതിർന്ന യുവതി യുവാക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ മുഖമൊന്നും മറക്കാതെ പെൺകുട്ടികൾ മുമ്പിലിരിക്കാണ്. ചില ക്ലാസ്സിൽ ആൺകുട്ടികൾ ഉണ്ടാകുന്നല്ല. സ്വാഭാവികമായും ഉസ്താദുകളിലൊക്കെ അവർ വളരെ സ്ത്രീയായിട്ട് സംസാരിക്കും, ഇടപെടുകയും ചെയ്യും. അപ്പൊ അത് തെറ്റാണെന്ന് സലഫി ഉലമാക്കൾ പറയുന്നു. വജ്ഹം ബി വജി ക്ലാസ് എടുക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല രാജിവെക്കാന്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ഇത് വിട്ടു. ആരും ഓഫർ തന്നിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ചില ആളുകൾ വല്ല ഓഫർ കിട്ടിയിട്ടുണ്ടാവും. കാരണം അവനാന്റെ സ്വഭാവമുള്ള എല്ലാവർക്കും ഓർമ്മ വരിക. ആരെ ഓഫർ കിട്ടിയിട്ടല്ല, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ വിട്ടു. ഇന്നും എനിക്ക് അടുത്ത മാസത്തേക്ക് എന്താണ് ഒരു സ്ഥിര വരുമാനം എന്ന് എനിക്കൊരു തീരുമാനമായിട്ടില്ല. ചില അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു അത് വിജയിപ്പിക്കുന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. 35,000 40,000 റുപ്യ വീട്ടിന്റെ അടുത്ത് ശമ്പളം ജോലി വിടുക. എന്നിട്ട് ജോലി വിട്ടാൽ കുഴപ്പമില്ല പറഞ്ഞു. ന്യായം നമുക്ക് പറ്റാത്തത്. അങ്ങനെ ട്രെയിനിൽ കയറാൻ പറ്റുമോ, ബസ്സിൽ കയറാൻ പറ്റുമോ, ബസ് കയ്യാട്ടി നിർത്താം, അതിന് മഹറമല്ലാത്ത പെണ്ണുങ്ങളുണ്ടോ, എന്നാ പോയിക്കോളിയും. ഇതൊരു സമ്മേളനത്തിൽ ഒരാൾ പ്രസംഗിക്കുക. എങ്ങനെയുണ്ട് ഇത്? എവിടേക്കത് തനിച്ച അഖലാനിയത്തിലേക്കല്ല പോകണം. ആരാത് പറഞ്ഞത്? നിങ്ങൾ വടകര സമ്മേളനത്തിൽ നിന്ന് കേട്ടു നോക്കി. ഇതിപ്പോ മടവൂരിടക്കാലം അതപ്പതിച്ചില്ലേ? ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അത് തീവ്ര സലഫിയത്താണത്രേ. തീവ്ര സലഫിയത്താണെങ്കിൽ എന്തിനാ ജാമ്യയിൽ വേർതിരിച്ചിട്ട്? എന്നാൽ ജാമ്യയിൽ ഹിന്ദിൽ പഞ്ഞ തീവ്ര സലഫിയത്ത് കൊണ്ടല്ലേ, നമ്മളെ ലോല സലഫിയത്ത് ആയിക്കോട്ടെ, ഒരു ക്ലാസ് തന്നെ ആയിക്കോട്ടെ, എന്തിനാ വേറെ ക്യാമ്പസ് 10 പേർക്ക് വാങ്ങിയത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് സോക്കട് വേറെയാണ്. ഇവർക്ക് സലഫിയത്തിലല്ല താല്പര്യം. സലഫിയത്ത് ഇവർക്കൊരു മറയാണ്. അതാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അൽ ജംഇയ്യാതു അസ്താറുൽ ഹിസ്ബിയ്യ. സംഘടനകൾ ഹിസ്ബിയത്തിന്റെ മറകളാണ്. ആ മറയാക്കി സ്വീകരിക്കാൻ നമ്മൾ വിടൂല. നമ്മൾ സംഘടനയാണോ ഷർത്തൊത്ത സംഘടന ഇനി പറ്റുള്ളൂ, ഹിസ്ബിയത്തുള്ള സംഘടന ഇനി പറ്റൂല. ഇതൊരു കക്ഷിക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിക്കാം, ഒരു കോക്കസിന് വേണ്ടി സംസാരിക്കുകയാണ്. ഓലെ മുന്നിൽ കിട്ടിട്ട് മറ്റൊരു ബാക്ക് കളിക്കുക. ഇവർക്കിത്